ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ വൈകുന്നേരം കുട്ടികൾക്കും എല്ലാ മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയൊരു നല്ല ടേസ്റ്റിയായ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് കുത്തരിയാണ്. നന്നായി കഴുകി ഒരു 3/4 ഗ്ലാസ് കുത്തരി, അതുപോലെ ചെറുപഴം, നല്ല പഴുത്ത 3 ചെറുപഴം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വെല്ലം അല്ലെങ്കിൽ ശർക്കരയും എടുക്കുക. അതുപോലെ തന്നെ തേങ്ങ ചിരവിയത്, ഒരു 1/4 തേങ്ങ ചിരവിയതാണ്, 1/4 മുറി. അപ്പം നമ്മൾ ഈ കുത്തരീനെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം. ഒരു 10 to 15 മിനിറ്റ് നമ്മളിതിനെ സോക്ക് ചെയ്ത് വെക്കണം. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് അതിനകത്ത് കുക്കർ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ 3/4 ഗ്ലാസ് അരി ഇട്ടിട്ട് അതിൻ്റെ ഡബിൾ വെള്ളം ഒഴിക്കാം. ഡബിൾ എന്ന് വെച്ചാൽ 1.5 ഗ്ലാസ് വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ശർക്കരയും ഒരു കുറച്ച് ഉപ്പ്, ഒരു 1/4 to 1 സ്പൂൺ, 1 സ്പൂണിന് വേണ്ട അത്രയും ഉപ്പ് ഇട്ടിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കുക. ഒരു 3 വിസിൽ നമുക്കിത് വേവ് വേണം. അപ്പോൾ ഒരു 3 വിസിലാവുമ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്കിത് കിട്ടുക. നല്ല നമ്മൾ അമ്പലത്തിലൊക്കെ കിട്ടുന്ന പായസമില്ലേ, അതുപോലെ ഇരിക്കും. നല്ല ടേസ്റ്റാണ്, ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി നമ്മളിതിലേക്ക് ഈ ചെറുപഴം ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ തവി വെച്ചിട്ട് അത് കുറച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അത് ജസ്റ്റ് ഇങ്ങനെ മുഴുവനോടെ കടിക്കാനല്ല വേണ്ടത്. നമ്മൾ ആ ചോറുമായിട്ട് നല്ലതായിട്ടങ്ങ് മേർജായി നല്ല മിക്സായി നിൽക്കണം. അങ്ങനെ തവി വെച്ച് നല്ലോണം ഇതുപോലെ ഉടച്ചു കൊടുക്കുക. അതിനൊന്നിച്ച് തന്നെ നമ്മൾ കുറച്ചായിട്ട് നമ്മൾ ചിരവി വെച്ച തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈവണായിട്ട് മിക്സായി കിട്ടും. അപ്പോൾ ഇച്ചിരി ആയിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് ഒരു ഐറ്റം വിഭവം റെഡിയാക്കാം. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മളെ വീട്ടിലുള്ള സാധനം കൊണ്ട് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായിട്ടും നിങ്ങളുടെ നാട്ടിൽ ഇതിന് വേറെ ഏതെങ്കിലും പേരുണ്ടോയെന്നും എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ. ഓക്കെ, താങ്ക് യു, ബൈ.